തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ശ്രമിക്കാം. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം നിയമസഭ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, കേരളത്തിലെ ഗവൺമെന്റിനെതിരായി, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിക്കെതിരായി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനെ അതിജീവിച്ച് കേരളം മുന്നോട്ട് പോയിട്ടുണ്ട്. തുടർന്നും ഈ പ്രശ്നങ്ങളെ എല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ള കാര്യം തർക്കമില്ല. കിഫ്ബിയെ തകർക്കാൻ അനുവദിച്ചുകൂടാ കേരളത്തിന്. അതാണ് ഇതിൻ്റെ അകത്ത് എല്ലാ വിഭാഗം ആളുകളും സ്വീകരിക്കേണ്ട പ്രശ്നം. നിയമസഭയ്ക്കകത്ത് പോലും കിഫ്ബിക്കെതിരായിട്ട് എന്തെല്ലാം പരാമർശങ്ങളാണ് നടത്തിയത്. ഈ ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. കിഫ്ബിയെ വിമർശിക്കാൻ രാഷ്ട്രീയമായ കാരണം പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് കിഫ്ബി വഴി നിരവധി നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ അണിനിരത്തി തന്നെ, ജനങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഇതിനെ അതിജീവിക്കാൻ കഴിയും. ഇതിനെ അതിജീവിക്കാൻ കഴിയാവുന്ന നിലപാടായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് മാറും എന്ന് തന്നെയാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമാക്കുന്നത്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ മുന്നിലാണല്ലോ ഈ ബോണ്ട് കൊടുത്തിരുന്നത്, അത് ആരാണെന്നുള്ളത് ദുരൂഹമാണ് എന്നാണ് ഒരു വിമർശന ശക്തമായി ഈ വിഷയം